ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ ഏകാദശി വ്രതത്തെക്കുറിച്ചും ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രദോഷ വ്രതത്തെക്കുറിച്ച് ഇതുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ പ്രദോഷ വ്രതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമോ എന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലോട്ട് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കരുതി. അപ്പോൾ എന്താണ് പ്രദോഷ വ്രതം എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. പ്രദോഷവ്രതം ആചരിക്കുന്നത് ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി, അതിൻ്റെ പിറ്റേ ദിവസം ത്രയോദശി. ത്രയോദശി ദിവസം സന്ധ്യയാണ് നമ്മൾ പ്രദോഷ സന്ധ്യയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ആ ദിവസമാണ് നമ്മൾ പ്രദോഷവ്രതം ആചരിക്കേണ്ടത്. ഈ പ്രദോഷ സന്ധ്യാ സമയത്ത് ഭഗവാൻ ശ്രീ പരമേശ്വരൻ താണ്ഡവ നൃത്തം ചെയ്യുകയും പാർവതി ദേവി വളരെയധികം ഭരിതയായിട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ പ്രദോഷ ദിവസം സന്ധ്യാസമയം. അതുകൊണ്ടാണ് പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഈ സമയത്ത് എല്ലാ ദേവന്മാരും ഭഗവാന്റെ നൃത്തം കാണുന്നതിനായിട്ട് കൈലാസത്തിൽ വരികയും അതുപോലെ എല്ലാവരും വളരെയധികം ആനന്ദചിത്തരായി ആനന്ദത്തിൽ ആറാടി നിൽക്കുന്ന ഒരു സമയമാണ് ഈ പ്രദോഷ സന്ധ്യാ സമയം. അതുകൊണ്ട് പ്രദോഷ വ്രതത്തിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. എന്നുവെച്ചാൽ ഭഗവാൻ സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അതുപോലെ പാർവതി ദേവി അതീവ സന്തോഷഭരിതയായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും എന്താവശ്യങ്ങളുണ്ടെങ്കിലും ചോദിച്ചാൽ അപ്പോഴേ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയമില്ലേ. അതുകൊണ്ട് ആ ആഗ്രഹം സാധിക്കുമെന്നാണ് അതിൻ്റെ ഐതിഹ്യം. അതുപോലെ ഈ പ്രദോഷവ്രതം ആചരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ വ്രതമായിട്ടിരിക്കണം. നാളെ പ്രദോഷമാണെങ്കിൽ തലേ ദിവസം വ്രതമായിട്ടിരിക്കുക. അതിനുശേഷം പ്രദോഷത്തിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ പോവുക. അവിടെ കൂവളമാല, ഭസ്മം, അതേപോലെ പനിനീര്, അതേപോലെ ഇതുണ്ടല്ലോ കരിക്ക്, ഇതൊക്കെ നമുക്ക് അവിടെ ഭഗവാന് അഭിഷേകത്തിനൊക്കെ കൊടുക്കാം. അതേപോലെ യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക. അതിനുശേഷം ഭഗവാന്റെ തീർത്ഥം വാങ്ങി കുടിച്ചതിന് ശേഷം അന്ന് ഉപവാസമായിട്ട് ഇരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഉപവാസമായിട്ട് തന്നെ അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒന്നും കഴിക്കാതെ നമ്മൾ നമശിവായ ചൊല്ലി ശിവക്ഷേത്രത്തിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമ്മൾ രാവിലെ പോയി തൊഴുതിട്ട് വീട്ടിൽ വന്ന് ഭഗവാന്റെ നാമങ്ങളൊക്കെ ചൊല്ലിയിരിക്കുക. അതിനുശേഷം വൈകിട്ട് അതേപോലെ ത്രിസന്ധ്യയ്ക്കൊന്നും കുളിക്കാൻ നിൽക്കരുത്. ഒരു 4:30 മുതൽ പിന്നെ പ്രദോഷ സന്ധ്യ ആരംഭിക്കും. അതുകൊണ്ട് ഒരു 4:30 മണിക്ക് മുമ്പ് തന്നെ നമ്മൾ കുളിച്ച് ശുദ്ധിയായി കൂവളമാലയോ ഭസ്മം, കരിക്ക് ഇതൊക്കെ കൊണ്ട് നമ്മൾക്ക് വേണമെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോകണം. അടുത്ത ശിവക്ഷേത്രം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിരിക്കണം. എങ്കിലാണ് ആ പ്രദോഷ വ്രതം നോക്കുന്നത് കൊണ്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രദോഷ സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ശിവക്ഷേത്രത്തിൽ പോയി കരിക്ക് നമുക്ക് നേദിക്കാൻ കൊടുക്കാം. അത് പിന്നീട് നമുക്കത് വാങ്ങി വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം. അമ്പലത്തിൽ പോയി ഇതെല്ലാം കൊടുത്ത് ആ ഭഗവാന്റെ ദീപാരാധനയൊക്കെ കണ്ട് തൊഴുത് നമശിവായൊക്കെ ചൊല്ലി കുറച്ച് സമയം ഇരുന്നിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ആ കരിക്ക് വാങ്ങി ജപിച്ചുകൊണ്ട് വന്ന് അത് കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. പിന്നീട് നമുക്ക് രാത്രിയിൽ അരിയാഹാരം കഴിക്കുകയും ചെയ്യാം. ഒരു 8:30-ക്ക് ശേഷം അരിയാഹാരം കഴിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ അമ്മയൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ശിവക്ഷേത്രത്തിൽ പോകണമെന്നുള്ളത് മസ്റ്റാണ്. അതുപോലെ നമ്മൾ ഭസ്മം വേണം ഇടാൻ, ചന്ദനം ഇടാൻ പാടില്ല. അന്ന് രാവിലെ തന്നെ കുളിച്ച് ഭസ്മം തന്നെ ഇടുകയും വേണം. ഇങ്ങനെയാണ് പ്രദോഷവ്രതം ആചരിക്കേണ്ടത്. ഇത് ഇപ്പം അടുത്ത് ശിവക്ഷേത്രം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ശിവനും പാർവതിയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, നമുക്ക് അത് വിളക്ക് കൊളുത്തി വെച്ച് ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുക. അതിനുശേഷം ഭഗവാന്റെ ഫോട്ടോയിൽ ഒരു മാലയൊക്കെ ചേർത്ത് വേണമെങ്കിൽ കരിക്കോ പഴമോ എന്തെങ്കിലും ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചിട്ട് നാമങ്ങളൊക്കെ ചൊല്ലിയിരിക്കുക. പിന്നെ ഉപവാസമായിട്ട് ഇരുന്നതിന് ശേഷം വൈകിട്ട് വിളക്കൊക്കെ കൊളുത്തി നാമമൊക്കെ ചൊല്ലി ഒരു 7:30 മണിക്ക് ശേഷം നമുക്ക് ആ കരിക്ക് എടുത്ത് കഴിക്കുകയും കരിക്ക് പൊട്ടിച്ച് ആ വെള്ളം കുടിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. അങ്ങനെയും എടുക്കാം. ഇപ്പം ദൂര സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്ക് ശിവക്ഷേത്രമൊന്നും അടുത്ത് കാണത്തില്ലല്ലോ, അവർക്ക് നമ്മുടെ പൂജാമുറിയിൽ തന്നെ അങ്ങനെ ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ വീട് നല്ല ശുദ്ധമാക്കി തലേ ദിവസം തന്നെ തുടച്ച് വൃത്തിയാക്കി ഇരിക്കണം. അങ്ങനെ നമുക്ക് വ്രതം എടുക്കാവുന്നതേ ഉള്ളൂ, പ്രദോഷ വ്രതം എടുക്കുന്നത്. അതുപോലെ 12 പ്രദോഷ വ്രതമാണ് എടുക്കേണ്ടത്. 12 പ്രദോഷ വ്രതം നമ്മൾ നല്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിൻ്റെ ആ ചിട്ടയോടുകൂടി എടുക്കുകയാണെങ്കിൽ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവും ഇല്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല വ്രതമാണ് പ്രദോഷ വ്രതം. നമ്മൾ ഏകാദശിയുടെ കണക്ക് ഒരുപാട് അങ്ങ് പിറ്റേ ദിവസം വരെ ഒന്നും വിശന്നിരിക്കേണ്ട. തലേന്ന് വൈകിട്ട് കഴിഞ്ഞ് പ്രദോഷ സന്ധ്യ കഴിഞ്ഞ് കരിക്ക് വെള്ളം കുടിക്കുന്നത് വരെ. ഇപ്പോൾ കരിക്കില്ല എന്നുണ്ടെങ്കിൽ വെള്ളം തീർത്ഥം എടുത്ത് കുടിച്ചാലും മതി കേട്ടോ.
അല്ല ഇപ്പോൾ കരിക്കില്ലാത്തൊരു സ്ഥലത്ത് എനിക്ക് കരിക്ക് വെള്ളം തന്നെ കുടിക്കണമെന്നൊന്നും പറയണ്ട. കരിക്കോ തേങ്ങയോ വെള്ളം കുടിച്ചിട്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം. കരിക്കാണ് നമ്മൾ സാധാരണ ഈ ശിവക്ഷേത്രത്തിൽ കൊണ്ട് ജപിക്കാൻ കൊടുക്കുന്നത്. പിന്നെ ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലൊക്കെ വൈകിട്ട് സദ്യ ഉണ്ടെന്ന്, അവിടെ തന്നെ അന്നദാനം ഉണ്ടെന്ന് പറയുന്നുണ്ട്. രാത്രിയിൽ ഒരുപാട് ആൾക്കാർ പ്രദോഷവ്രതം നോക്കും. അത് കഴിഞ്ഞ് ദീപാരാധനയ്ക്ക് ശേഷം അവിടെ അന്നദാനം കൊടുക്കുകയും ചെയ്യും. പ്രദോഷവ്രതം ഇരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. അങ്ങനെയും ചെയ്യാം. അതുകൊണ്ട് രാത്രിയിൽ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പഴമോ അതുപോലെ എന്തെങ്കിലും കഴിക്കുക. അതല്ലാതെ ഗോതമ്പ് അരിയൊന്നും കഴിക്കണമെന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പഴമോ ഫ്രൂട്ട്സോ ഒക്കെ കഴിച്ച് വ്രതം എടുക്കുന്നവരും ഉണ്ട്. അല്ലെങ്കിൽ പകൽ മൊത്തം ഇതുപോലെ ഉപവാസം ഇരിക്കണമെന്നേ ഉള്ളൂ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6-7 മണി വരെയൊക്കെ വ്രതം ഇരിക്കണം. അങ്ങനെയാണ് ഈ പ്രദോഷ വ്രതം എടുക്കുന്നത്. വളരെ നല്ല ഒരു ശിവപ്രീതിക്കായിട്ട് ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു വ്രതമാണ് പ്രദോഷം. അതുപോലെ തിങ്കളാഴ്ചയും പ്രദോഷവും കൂടെ വന്നാൽ ഏറ്റവും നല്ലതാണ്. അതുപോലെ ശനിയാഴ്ചയും പ്രദോഷവും കൂടെ വന്നാലും വളരെയധികം നല്ല ദിവസമാണ്. അന്ന് ശിവക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് നല്ല ദിവസമാണ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ പ്രദോഷ സന്ധ്യ സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് രാവിലെ നമ്മൾ വ്രതമായിട്ടിരുന്നാൽ രാവിലെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ട് ശിവക്ഷേത്രത്തിൽ പോയി നമ്മൾ ആ പൂജകളിലൊക്കെ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശിവനും പാർവതിയും മറ്റുള്ള ദേവന്മാരും ഏറ്റവും പ്രസാദിച്ചിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ പറയുന്ന എന്ത് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എടുക്കുന്ന ആ കാര്യം എന്തായാലും സാധിക്കുമെന്നാണ് പ്രദോഷവ്രതം നോക്കിയിട്ടുള്ളവർ പറയുന്നത്. അത് വളരെ എളുപ്പം ചെയ്യാൻ, അത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വ്രതമല്ല. നമുക്ക് ആരോഗ്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ്. അങ്ങനെയാണ് പ്രദോഷവ്രതം ആചരിക്കുന്നത്. അതുകൊണ്ട് പ്രദോഷവ്രതം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഇങ്ങനെ എടുത്താൽ മതി. അല്ല നമ്മുടെ വീട്ടിൽ തന്നെ എടുക്കാൻ പറ്റുള്ളെങ്കിൽ അതേ രീതിയിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഭഗവാന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു നെയ്വിളക്കൊക്കെ കത്തിച്ച് വെച്ച് നമശിവായ നാമം എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത് ചെല്ലുക. പിന്നെ ശിവപുരാണം വായിക്കാൻ അറിയാമെങ്കിൽ ശിവപുരാണമൊക്കെ വായിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുശേഷം ഭഗവാന്റെ കീർത്തനങ്ങളും ദേവിയുടെ കീർത്തനങ്ങളും ഒക്കെ ചെല്ലുക. രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് ഈ പ്രദോഷ സന്ധ്യ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് പ്രദോഷവ്രതം നോക്കുന്നതിനുള്ള ചിട്ടകൾ. പിന്നീട് വേറെ പ്രത്യേകിച്ച് വ്രതമല്ല, നമ്മൾ ആ തീർത്ഥം കുടിക്കുന്നതോടുകൂടി പ്രദോഷവ്രതം കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ 12 പ്രദോഷവ്രതം എടുത്ത് നിർത്തിയതിന് ശേഷം വീണ്ടും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുടക്കിക്കൊണ്ട് വീണ്ടും എടുക്കാവുന്നതേ ഉള്ളൂ. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമാണ് പ്രദോഷവ്രതം. ഇപ്പോൾ ശിവരാത്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറക്കമൊഴിയണമല്ലോ. പ്രദോഷത്തിന് അങ്ങനെ ഉറക്കമൊഴിയണ്ട. ഭഗവാൻ താണ്ഡവ നൃത്തവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു സമയം എന്നുള്ളതാണ് ഈ പ്രദോഷവ്രതത്തിൻ്റെ പ്രത്യേകത. ആ സമയത്ത് നമ്മളെന്തിപ്പം രോഗശമനത്തിനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ രോഗത്തിന് ശമനം ഉണ്ടാവുകയും, അല്ല കല്യാണം നടക്കാത്തവർക്ക് അതിന് വേണ്ടിയിട്ടോ കുട്ടികളില്ലാത്തവർ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഈ പ്രദോഷവ്രതം നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ കുടുംബ ഐശ്വര്യത്തിന് സമാധാനത്തിന്, ഇപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിലൊരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണെങ്കിലും ഈ പ്രദോഷവ്രതം എടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ ഭാര്യയും ഭർത്താവും ചേർന്ന് പ്രദോഷവ്രതമൊക്കെ എടുക്കാമെങ്കിൽ ഏറ്റവും മഹത്തായ ഒരു നല്ല കുടുംബത്തിന് നല്ല ഒരു ഐശ്വര്യവും ഇതൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് പ്രദോഷവ്രതം എടുക്കുന്നതോടുകൂടി. എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ നാമങ്ങൾ ചെല്ലുക എന്നുള്ളതാണ്. ഇപ്പോൾ ആഹാരം കഴിക്കുന്നതോ അല്ലെങ്കിൽ ഉറക്കമൊഴിയുന്നതൊക്കെ അതിനേക്കാളും പ്രാധാന്യം എത്രത്തോളം നാമങ്ങൾ ചെല്ലാമോ അത്രത്തോളം നാമങ്ങൾ ചൊല്ലി അതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ആഹാര ആദികളൊക്കെ ഉപേക്ഷിച്ച് ഭഗവാനോടൊപ്പം ഇരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മളിപ്പോൾ ഒരു ജോലിക്കൊക്കെ പോകുന്നവരിപ്പോൾ എപ്പോഴും അമ്പലത്തിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന സമയത്തൊക്കെ നാമം ചൊല്ലിയിരിക്കാനും ഒക്കെ ശ്രമിക്കുക. മറ്റുള്ളവരുടെ കുറ്റങ്ങളോ അതുപോലത്തെ കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കുക. അതേപോലെ മദ്യപാനം, പുകവലി അങ്ങനെയൊക്കെ ശീലങ്ങളുള്ളവർ അത് അന്നത്തെ ദിവസം അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വ്രതമൊന്നും എടുത്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് അതൊക്കെ ചെയ്യാതെ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്രതമാണ് പ്രദോഷവ്രതം. ഏറ്റവും ഭഗവാന്റെ മഹാദേവൻ്റെ ശിവപ്രീതിക്ക് ഏറ്റവും നല്ലൊരു വ്രതമാണ് പ്രദോഷം. കഴിയുന്നിടത്തോളം ആൾക്കാർ അതൊക്കെ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും കൂടിയാണ് വരുന്നത്. പണ്ടൊക്കെ പ്രദോഷമൊക്കെ എടുക്കുന്ന ഒരു 2, 3, 4 പേര് ഒരു അമ്പലത്തിൽ കാണത്തുള്ളായിരുന്നു. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊക്കെ പ്രദോഷത്തിന് ഭയങ്കര തിരക്കാണ്. അതുപോലെ നമ്മുടെ നാട്ടിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിലൊക്കെ
ഇപ്പോഴും തിരക്ക് കൂടി വരുന്നുണ്ട്. ഓരോ പ്രാവശ്യം ആൾക്കാർ കൂടി പ്രദോഷ വ്രതം എടുക്കുന്നുണ്ട്. അതുപോലെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരും ഉണ്ട്. ആ തിങ്കളാഴ്ച വ്രതത്തിന് പിന്നെ ഭഗവാന്റെ നേദ്യച്ചോറ് നമുക്ക് കിട്ടുമല്ലോ അമ്പലത്തിൽ നിന്ന്. അത് വാങ്ങി ഉച്ചയ്ക്ക് കഴിക്കും. രാവിലെ വൈകിട്ടും കഴിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ഒരു നേരം ഭഗവാന്റെ നേദ്യം വാങ്ങി കഴിക്കാം. പക്ഷേ പ്രദോഷത്തിന് അങ്ങനല്ല. രാവിലെ 6 മണി മുതൽ വൈകിട്ട് ഒരു 7-7:30 വരെ നമുക്ക് വ്രതമുണ്ട്. അതിനുശേഷം ഭഗവാന്റെ തീർത്ഥമോ അല്ലെങ്കിൽ ഇതുപോലെ കരിക്കും വെള്ളമൊക്കെ കുടിച്ച് വ്രതം അവസാനിപ്പിക്കാം. അത്രയൊക്കെ ഉള്ളൂ പ്രദോഷ വ്രതത്തെക്കുറിച്ച് പറയാൻ. അതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർ അത് എടുക്കുക. ഭഗവാന്റെ പ്രീതിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും ഭഗവാന്റെ പ്രീതിക്കായിട്ട് എടുക്കണം. ഏറ്റവും നല്ല വ്രതമാണ്. അത്രയൊക്കെ എനിക്ക് ഈ വ്രതത്തിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റുകളായിട്ട് ചോദിച്ച് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. അതിലൊന്നും യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് പ്രദോഷവ്രതം എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ അത് എടുക്കുക. കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.